പൂവക്കാട്ട് ജില്ലയിലെ 8 ഏക്കർ വിസ്തീർണമുള്ള കുളം നിറയെ ഈ കടുത്ത വേനലിലും വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. 2 വർഷം മുമ്പ് വരെ മാലിന്യങ്ങളും പോളയും നിറഞ്ഞ് ഉപയോഗശൂന്യമായിരുന്നു ഈ കുളം. പിന്നീട് കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി 32 ലക്ഷം രൂപ ചെലവഴിച്ച് 1 മീറ്ററോളം ആഴം കൂട്ടി കുളത്തിനെ മാലിന്യമുക്തമാക്കി. തുടർന്ന് നഗരസഭയുടെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവഴിച്ച് സൗന്ദര്യവൽക്കരണ നടപടികളും നടത്തിവരികയാണ്. പൂവക്കാട്ട് ജില്ലയിലെ കുളം നവീകരിച്ച് ജലം നിറഞ്ഞതോടെ സമീപത്തെ വീടുകളിലെ കിണറുകളിലും വെള്ളമെത്തി. നേരത്തെ പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമായിരുന്നുവെന്ന് നഗരസഭാ ചെയർമാനും പൂവക്കാട്ട് ജില്ലയിലെ കൗൺസിലറുമായ സെബാസ്റ്റ്യൻ മാത്യു മണമേൽ പറഞ്ഞു. സൗന്ദര്യവൽക്കരണം പൂർത്തിയാക്കി പൂവക്കാട്ട് ജില്ലയെ ഉല്ലാസ കേന്ദ്രമാക്കുവാനാണ് നഗരസഭ പദ്ധതിയിടുന്നത്. 2016-2017 സാമ്പത്തിക വർഷത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് 40 ലക്ഷം രൂപയോളം മുടക്കിയാണ് ഈ കുളത്തിന് റിംഗ് റോഡും ഇതിന് സൗന്ദര്യവൽക്കരണ പദ്ധതിയുമായി ഇരിക്കുന്നത്. അതോട് ചേർത്തുകൊണ്ട് തന്നെ അടുത്ത വർഷവും ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിൻ്റെ ചുറ്റും നടപ്പാതകളും മറ്റു കാര്യങ്ങളും സൃഷ്ടിക്കുവാനുള്ള പദ്ധതികൾക്കായിട്ടാണ് ചങ്ങനാശ്ശേരി നഗരസഭ ഇത് മുന്നോട്ട് പോയിരിക്കുന്നത്. ഒട്ടേറെ ടൂറിസം സാധ്യതകളുള്ള പൂവക്കാട്ട് ജില്ലയുടെ സംരക്ഷണത്തിനായി സർക്കാർ പദ്ധതികൾ വേണമെന്ന ആവശ്യവും ശക്തമാണ്. മുൻ LDF സർക്കാരിൻ്റെ കാലത്ത് സൗന്ദര്യവൽക്കരണം, ബോട്ടിംഗ് എന്നിവ ഉൾപ്പെടുത്തി ടൂറിസം പദ്ധതി തുടങ്ങിയിരുന്നുവെങ്കിലും നടപ്പിലായില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.